Hello everyone. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് യൂണിക് കോൺസ്ട്രെയിന്റ് അതുപോലെ തന്നെ നോട്ട് നൾ കോൺസ്ട്രെയിന്റ് തുടങ്ങിയവയാണ്. അപ്പോൾ ആദ്യം യൂണിക് കോൺസ്ട്രെയിന്റ് എന്ന് വെച്ചാൽ ഒരു ടേബിളിലെ കോളത്തിലെ ഡാറ്റാസ് ഡിഫറെൻ്റ് ആയിരിക്കണം. അതായത് ഓരോ വാല്യൂസിനും യൂണീക്ക് ആയിരിക്കണം. പ്രൈമറി കീ ഇതുപോലെ തന്നെയാണ്, യൂണീക്ക് ആയിരിക്കണം. ബട്ട് പ്രൈമറി കീ ഒരു ടേബിളിൽ ഒരു കോളത്തിന് മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കൂ. ബട്ട് യൂണിക് കോൺസ്ട്രെയിന്റ് എത്ര കോളത്തിന് വേണ്ടി നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ പ്രൈമറി കീയിൽ കോളംസിലെ നൾ വാല്യൂസ് വരാൻ പാടില്ല. ബട്ട് യൂണിക് കോൺസ്ട്രെയിന്റിൽ നമുക്ക് നൾ വാല്യൂസ് വരുത്താം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസ് നെയിം പറയുകയാണെങ്കിൽ അതിൽ ഓരോ സ്റ്റുഡൻറ്റിൻ്റെ നെയിം ഡിഫറെൻ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ കോളത്തിന് യൂണിക് കോൺസ്ട്രെയിന്റ് കൊടുക്കാം. അതുപോലെ തന്നെ ആ സ്റ്റുഡൻസിൻ്റെ ഫോൺ നമ്പറും യൂണീക്ക് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഫോൺ നമ്പർ എന്നുള്ള കോളത്തിന് യൂണീക്ക് കൊടുത്താൽ ആ ഫോൺ നമ്പറും ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ക്രിയേറ്റ് ടേബിൾ പ്രൊഡക്ട്സ് എന്നൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. പ്രൊഡക്റ്റ് ഐ ഡി, ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ, പ്രൊഡക്റ്റ് നെയിം വാർച്ചാർ 20, പ്രൊഡക്റ്റ് കൗണ്ട് ഇൻറ്റിജർ. ഓക്കെ, ഇനി ഇവിടെ യൂണിക് കോൺസ്ട്രെയിന്റ് ആയി കൊടുക്കുന്നത് പ്രൊഡക്റ്റ് നെയിമാണ്. അപ്പോൾ യൂണിക് എന്ന് കൊടുക്കുക പ്രൊഡക്റ്റ് നെയിമിൻ്റെ, എന്നിട്ട് കോമ എക്സിക്യൂട്ട്. ഓക്കെ, നമ്മുടെ ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഐ ഡി, പ്രൊഡക്റ്റ് നെയിം, പ്രൊഡക്റ്റ് കൗണ്ട്. ഇനി ഇതിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഐ ഡി ഒരു 101. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യാനുള്ള വാല്യൂസ് ആണ് ഇത്. ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ഐ ഡിയും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് കൗണ്ടും കൊടുത്തിട്ടുണ്ട്. അവസാനത്തെ റോയിലും ഫസ്റ്റ് റോയിലും ഒരേ പ്രൊഡക്റ്റ് നെയിമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിക് കോൺസ്ട്രെയിന്റ് ആണോ എന്ന്. നമ്മൾ ഓൾറെഡി കൊടുത്തിരുന്നു ഇത് യൂണിക് കോൺസ്ട്രെയിന്റ് ആണ് എന്ന്. എക്സിക്യൂട്ട്. ഇവിടെ എറർ വന്നിരിക്കുകയാണ്, കാരണം ഇതാ ഇവിടെ അവർ പറയുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി കേക്ക് ഫോർ കീ പ്രൊഡക്റ്റ് നെയിം. അതായത് നമ്മൾ കേക്ക് നമ്മൾ യൂണീക്ക് കൊടുത്തുകൊണ്ട് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് വന്നിരിക്കുകയാണ്. സോ നമ്മളിവിടെ നെയിമും മാറ്റി കൊടുക്കാം. എക്സിക്യൂട്ട്. ഓക്കെ, ഇപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. സെലക്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടേബിളിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ യൂണിക് കോൺസ്ട്രെയിന്റ് എന്താ എന്ന് നമ്മൾ മനസ്സിലാക്കി. എങ്ങനെ ഒരു പുതിയ ടേബിളിലേക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലെങ്ങനെ യൂണിക് കോൺസ്ട്രെയിന്റ് കൊടുക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ടേബിളിലേക്ക് നമ്മൾ എങ്ങനെ യൂണിക് കോൺസ്ട്രെയിന്റ് കൊടുക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. alter table products, add constraint യൂണിക്. നമ്മൾ പ്രൊഡക്റ്റ് നെയിമിന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൊഡക്റ്റ് ഐ ഡി കൊടുക്കാം. എക്സിക്യൂട്ട്. ഇങ്ങനെയാണ് നമ്മളൊരു എക്സിസ്റ്റിംഗ് ടേബിളിലേക്ക് യൂണിക് കോൺസ്ട്രെയിന്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെ യൂണിക് കോൺസ്ട്രെയിന്റ് കൊടുക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് നോട്ട് നൾ കോൺസ്ട്രെയിന്റ് ആണ്. അതായത് ഒരു ടേബിളിലെ റോസിൽ നൾ വാല്യൂസ് വരാതിരിക്കാനുള്ള കോൺസ്ട്രെയിന്റ് ആണ് നോട്ട് നൾ. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നോട്ട് നൾ കോൺസ്ട്രെയിന്റ് ആണ്. സോ ആദ്യം നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. പ്രൊഡക്ട്സ് എന്നൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഓൾറെഡി ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യുക. ഡ്രോപ്പ് ടേബിൾ പ്രൊഡക്ട്സ് എന്ന് കൊടുത്തിട്ട് പുതിയത് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ടേബിൾ പ്രൊഡക്ട്സ്. അതിൽ പ്രൊഡക്റ്റ് ഐ ഡി, പ്രൊഡക്റ്റ് നെയിം, പ്രൊഡക്റ്റ് കൗണ്ട്. ഇതിൽ ഞാൻ കോൺസ്ട്രെയിന്റ് കൊടുക്കാൻ പോകുന്നത് പ്രൊഡക്റ്റ് കൗണ്ടിനാണ്. ഓക്കെ,
product count not null. Okay, product count not null എന്ന് കൊടുത്തിട്ടുണ്ട്. എക്സിക്യൂട്ട്. ഓക്കെ, നമ്മുടെ ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് കാണുമെങ്കിൽ സെലക്ട് ഓക്കെ, ഇതാണ് നമ്മുടെ ടേബിൾ. ഇനി ഇതിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ പ്രൊഡക്റ്റ് കൗണ്ടിനായിരുന്നു നള്ള് കൊടുത്തിരുന്നത്, നോട്ട് നള്ള് കൊടുത്തിരുന്നത്. അതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് നമ്മുടെ ഒരു റോല് നൾ എന്ന് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, എക്സിക്യൂട്ട്. ഇവിടെ എറർ വന്നിട്ടുണ്ട്. അപ്പോൾ സക്സസ് ആണത്, കാരണം എറർ കോഡ് കോളം പ്രൊഡക്റ്റ് കൗണ്ട് കനോട്ട് ബി നൾ. നോട്ട് നൾ എന്ന കോൺസ്ട്രെയിൻ്റ് ഇവിടെ വർക്ക് ആയിട്ടുണ്ട്. സോ ഇനി ഇവിടെ നമുക്ക് നള്ളല്ലാത്ത വാല്യൂ കൊടുക്കാം. 0 കൊടുക്കാം, കാരണം 0 നള്ളല്ല. ഓക്കെ, എക്സിക്യൂട്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു എക്സിസ്റ്റിംഗ് ടേബിളിൽ എങ്ങനെ നോട്ട് നൾ അപ്ലൈ ചെയ്യാം എന്നാണ്. മോഡിഫൈ എന്ന കമാൻഡാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, മോഡിഫൈ നമുക്ക് പ്രൊഡക്റ്റ് നെയിം കൊടുക്കാം. പ്രൊഡക്റ്റ് നെയിം വാച്ചർ. നോട്ട് നൾ. ഓക്കെ, എക്സിക്യൂട്ട്. അവിടെ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു ന്യൂ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോട്ട് നൾ അപ്ലൈ ചെയ്യും, അതുപോലെ തന്നെ ഒരു എക്സിസ്റ്റിംഗ് ടേബിളിൽ എങ്ങനെ നോട്ട് നൾ കോൺസ്ട്രെയിന്റ് അപ്ലൈ ചെയ്യാം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഈ വീഡിയോയിൽ വീണ്ടും പറഞ്ഞു. വീഡിയോ ലാഗ് ആക്കിയിട്ടില്ല. സോ മുൻപ് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയാൽ അതിൻ്റെ വീഡിയോസ് കിട്ടുന്നതായിരിക്കും, അത് കണ്ട് മനസ്സിലാക്കാം. ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.